നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. UDF-മായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി PV അൻവർ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെയെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് തന്നെ വിളിക്കുന്നത്. എല്ലാവരോടും നോ പറയാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതെന്നും PV അൻവർ വ്യക്തമാക്കി. ഒരു ചതിക്കുഴിയിലേക്ക് ഒരാൾ തന്നെ കൊണ്ടുപോകുമ്പോൾ എന്താണ് ചെയ്യുകയെന്നും അതുകൊണ്ടാണ് ആരോടും ചർച്ചയില്ല, തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞതെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവറിന് മുന്നിൽ UDF വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ. അൻവർ നിലപാട് തിരുത്തിയാൽ UDF-ൽ എത്തിക്കാൻ ശ്രമം തുടരും. അൻവറിന്റെ വോട്ടില്ലെങ്കിലും നിലമ്പൂരിൽ UDF ജയിക്കും, എന്നാൽ മത്സരം കടുക്കും. അൻവർ നടത്തിയ പ്രസ്താവന തന്നെയാണ് അൻവറിന് വിനയായതെന്നും K സുധാകരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന PV അൻവറിന്റെ തീരുമാനം നല്ലതെന്ന് K മുരളീധരൻ. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും UDF-ന് നിലമ്പൂരിൽ ജയിച്ചേ പറ്റൂ, അതിനായി മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് CPM-BJP ബന്ധം നിലനിൽക്കുന്നു. കൂടാതെ പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടേണ്ട സമയത്ത് ഒരു വ്യക്തിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ശരിയല്ലെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. CPM പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 8 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. ഓരോരുത്തരും 1,44,000 രൂപ പിഴയും നൽകണം. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി M രതീഷ് കുമാർ ആണ് ശിക്ഷ വിധിച്ചത്. CPM പ്രവർത്തകനും DYFIയുടെ സജീവ സംഘാടകനുമായിരുന്ന വടക്കാഞ്ചേരിയിലെ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും CATU ചുമട്ടുതൊഴിലാളികളായ ജിനീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ഈ വിധി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധശിക്ഷ മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമാണെന്നും കോടതി പറഞ്ഞു. പയ്യന്നൂർ സ്വദേശി അഭിജിത്താണ് മുഖ്യമന്ത്രിക്ക് ഭീഷണി സന്ദേശം അയച്ചത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. നിലവിൽ രാജ്യത്ത് 2710 പേർ കോവിഡ് ബാധിതരാണെന്നും സജീവ കേസുകളിൽ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനം തിരിച്ചുള്ള കോവിഡ് റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയും ഡൽഹിയുമാണ് തൊട്ടുപിന്നിൽ. 1147 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷം മുതൽ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് സമയം വർദ്ധിപ്പിക്കുക. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. ഇതോടൊപ്പം തന്നെ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസുകൾ ഉണ്ടാകും. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ചീരക്കടവ് സ്വദേശി മല്ലൻ എന്ന 60-കാരനാണ് മരിച്ചത്. വാരിയലിനും നെഞ്ചിനും സാരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ചീരക്കടവ് വനമേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ആക്രമണം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഗുരുതര പരിക്കിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച മല്ലൻ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് മരണം സംഭവിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അസ്വാരസ്യം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ താജ്മഹലിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ലോകത്തെ മഹാത്ഭുത നിർമ്മിതികളിൽ ഒന്നായ താജ്മഹലിന് നേരെ ആകാശമാർഗമുള്ള ആക്രമണം ഉൾപ്പെടെ തടയാനാണ് പുതിയ നീക്കം. ഇതിന്റെ ഭാഗമായി താജ്മഹൽ മേഖലയിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. താജ്മഹലിന് 8 കിലോമീറ്റർ പരിധിയിൽ സുരക്ഷ ഒരുക്കുന്ന പ്രതിരോധ സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. നേരത്തെ ഒരു ജില്ലയിലും ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്.